കൊച്ചിയുടെ സ്വപ്ന പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി. ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുന്ന വല്ലാർപാടം ടെർമിനലിന് പുറമെ കൊച്ചിക്ക് രാജ്യാന്തര മുഖം കൂടി നൽകുന്ന പദ്ധതിയാകും ഇത്. 1 ലക്ഷത്തോളം തൊഴിലവസരം. ഇതാണ് സ്മാർട്ട് സിറ്റി മലയാളികൾക്ക് നൽകുന്ന പ്രധാന വാഗ്ദാനം. സോഫ്റ്റ്വെയർ വികസന കേന്ദ്രങ്ങളിലായി 25,000 പേർക്കും ചുറ്റും വികസിപ്പിക്കുന്ന ടൗൺഷിപ്പിൽ 25,000 പേർക്കും. വികസന കുതിപ്പിനിടെയുണ്ടാവുന്ന അനുബന്ധ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന തൊഴിലിന്റെ കണക്ക് ഇപ്പോഴേ കൂട്ടിവെക്കാനാവില്ല. ഒരു സോഫ്റ്റ്വെയർ പാർക്കും അതിനു ചുറ്റുമായി നഗരത്തിനുള്ളിലെ നഗരം എന്ന സങ്കല്പത്തിലുള്ള സമ്പൂർണ്ണ ടൗൺഷിപ്പുമായിരിക്കും സ്മാർട്ട് സിറ്റി. ഇവിടേക്ക് ബഹുരാഷ്ട്ര കമ്പനികളെ ടീകോം ആകർഷിക്കും. ബഹുരാഷ്ട്ര ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കമ്പനികളുടെ വികസന പ്രവർത്തനത്തിന് സ്വയം പര്യാപ്തമായ നഗരമായാണ് സ്മാർട്ട് സിറ്റി രൂപം കൊള്ളുക. ഹോട്ടലുകളും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിരിക്കും. IT രംഗത്തെ പല പ്രമുഖ കമ്പനികളും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കൊച്ചിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, BPO, ഇ-കൊമേഴ്സ്, കൺസൾട്ടൻസി കമ്പനികൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമാകും. എല്ലാത്തിനും പുറമെ മാന്ദ്യത്തിലായിരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഒരു കയറ്റം പ്രതീക്ഷിക്കാം. കൊച്ചിയിലെ ഭൂമി വില 5 ഇരട്ടിയിലേറെയായത് തന്നെ സ്മാർട്ട് സിറ്റി പ്രഖ്യാപനത്തോടെയാണ്. മനോരമ ന്യൂസ്, കൊച്ചി.